ജസ്മിൻ, നീ നീ എന്താ ചെയ്യുന്ന ബോധമുണ്ടോ? ജസ്മിൻ, നീ വെറുതെ എന്നെ നോക്കി പഠിപ്പിക്കണ്ട. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവളെ ഒരു തരത്തിലും വേദനിപ്പിക്കരുതെന്ന്. എന്നിട്ട് നീ എന്താ ചെയ്യുന്നേ? എന്താ ഭർത്താവിന്റെ അധികാരം കാണിക്കണം? അലൻ, നീ അവളുടെ ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ ഇപ്പോ അവൾ എന്റെ ഭാര്യ. അതുകൊണ്ട് മറ്റാരെക്കാളും അധികാരം എനിക്കുണ്ട് അവളുടെ മേലെ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തില് നിങ്ങൾ ഇടപെടാൻ വരണ്ട. ശരിയാ, ഞാൻ സമ്മതിച്ചു. മറ്റാരെക്കാൾ അധികാരം നിനക്കുണ്ട്. അവൾ നിന്റെ ഭാര്യയാണ്, നീ അവളുടെ ഭർത്താവാണ്. പക്ഷെ നീ എന്താ ഇപ്പൊ കാണിക്കുന്നത്? ഒരിക്കലും അവളുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരിക്കലും അവളൊന്നും. എടാ, അവളുടെ സമ്മതത്തിലായിട്ട് ഞാൻ അവളെ സ്വന്തമാക്കില്ല. അത് മറ്റേത് അർത്ഥത്തിലാണെങ്കിലും. ജഗെ, എനിക്കറിയാം നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻ ഇങ്ങനെ വരാൻ കാരണം ഞാൻ തന്നെയാ. പക്ഷെ എല്ലാരും പറഞ്ഞോളൂ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. അവൾക്ക് നീ ടൈം കൊടുക്ക്. ദിയ, ഐ എം സോറി. ഇത് നീ കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ എം റിയലി സോറി. ഞാനൊന്നും വേണമെന്ന് ചെയ്തതല്ല. പിന്നെ എന്റെ ആ പ്രവൃത്തികൾ നിനക്ക് ഒരുപാട് ഹേർട്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും ക്ഷമ ചോദിക്കാൻ പോലും അർഹത എനിക്കില്ല. പക്ഷെ ഞാൻ ഇപ്പോ പറയാം, ഇനി ഒരു നോട്ടം കൊണ്ട് പോലും ഈ ജസ്മിന്റെ ഭാഗത്തുനിന്ന് നിനക്കൊരു വേദന ഉണ്ടാവില്ല. ആ, ഇവിടെ ഇരിക്കണം. ഞാൻ എവിടെയൊക്കെ നോക്കിന്നറിയാവോ തന്നെ? എന്താ മാഷെ ഒരു മൂഡ് ഓഫ് പോലെ? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. എന്തോ ഉണ്ട്. അല്ല, എന്താ പറ്റേ? തന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ല. എന്റെ കെട്ടിയോട് വിചാരിക്കുന്നില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുന്നേ ഉള്ളൂ. ഓഹോ, അപ്പൊ ഇവിടെ ഇരിക്കാനാ പ്ലാൻ? കിടക്കാൻ വരുന്നില്ലേ? ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞാൻ വന്നേക്കാം, നീ പോയി കിടന്നോ. ശരി ശരി, കുറെ നേരം ഇരിക്കണ്ട. നല്ല തണുപ്പുണ്ട്. സോ ഇവിടെ വരാൻ നോക്കും. ഓക്കെ? എന്തായാലും ദൈവമേ, ഞാൻ എന്തായി കാണുന്നു? ഇവക്ക് ഇത്രയും പെണ്ണുണ്ടായിരുന്നോ? എന്താ കാണാൻ ഇങ്ങനെ നോക്കുന്നു? അതിന് നിന്നെയാണ് നോക്കിയത്. എങ്ങനെ വേറെ പണിയില്ലേ? പോയാ? അല്ല, ജസ്റ്റ് എന്ത് പറ്റി? ഇതിങ്ങനെ അല്ലല്ലോ വരണ്ടേ? ജസ്വിൻ, ഇന്ന് നീ ഓഫീസിൽ പോകണ്ട. ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനോ? എന്ത് ഫംഗ്ഷൻ? എടാ, നമ്മുടെ AJ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ പ്രൊജക്ടിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എനിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോകാനിരുന്നേ. എന്തായാലും ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞില്ലേ, സോ നിങ്ങൾ 4 പേരോട് പോയിട്ട് വാ. പപ്പ, ഞാൻ പോകുന്നില്ല. ഇവര് 3 പേരോട് പോയിട്ട് വരട്ടെ. എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക്സ് ചെയ്യാനുണ്ട്. എടാ,
അതെങ്ങനെ ശരിയാ? ദിയമോൾ എങ്ങനെ ഒറ്റയ്ക്ക് പോവാ? അതിന് ദിയ ഒറ്റക്കല്ലല്ലോ, അലനും ആനും ഉണ്ടല്ലോ. എടാ അതല്ല ഉദ്ദേശിച്ചത്. ദിയയുടെ കൂടെ നീയും പോണ്ടത് ഇമ്പോർട്ടന്റ് തന്നെയാ. അവര് കപ്പിളായിട്ട് പോകുമ്പോ നിങ്ങളും കപ്പിളായിട്ടല്ലേ പോണ്ടത്? പപ്പ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഈ പറയുന്ന എല്ലാവർക്കും നമ്മുടെ പ്രസൻസ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ജസ്വിൻ, ഒന്നവിടെ നിന്നേ. നീ എന്താ അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞേ? ഞാനപ്പോ പറഞ്ഞത് എന്റെ ഒപ്പീനിയൻ തന്നെയാ. പിന്നെ മോൻ വിചാരിക്കുന്ന പോലല്ല. തേക്ക് ഞാൻ അവളുടെ കൂടെ വരുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാനിനി ഒന്നിനില്ല. അമ്മ, ജസ്വൻ ഇതുവരെ വന്നില്ലല്ലോ. വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ശരിയാ, ഇത്രയും ലേറ്റ് ആവില്ല. എന്തെങ്കിലും അർജന്റ് വർക്ക്സ് കംപ്ലീറ്റ് ആകാനുണ്ടെങ്കിൽ മാത്രമേ ഇത്ര ലേറ്റ് ആവുള്ളൂ. എന്തായാലും മോളൊന്ന് വിളിച്ചു നോക്ക്. എന്തായാലും അമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അലൻ, എന്താ ഇത്ര ലേറ്റ് ആയത്? ഓ അതോ, ഇന്ന് കുറെ പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോ അതെല്ലാം കൂടെ കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേന് ലേറ്റ് ആയി. ജസ്വിൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. നിങ്ങളെല്ലാം രാവിലെ ഒന്നും ചിലപ്പോയത്. നിങ്ങൾ വന്നു, ജസ്വിൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്തിനാവും തന്നെ വന്നോളും. നീ പോയി കിടന്നു. ദിയ, നീ എന്താ ഇവിടെ എന്റെ റൂമിൽ ചെയ്യുന്നു? ഓ, അപ്പൊ ജസ്വിൻ സാറിന് വടിക്ക് സംസാരിക്കണം അറിയാലേ? അത് വിടും. നീ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇത്ര ലേറ്റ് ആയില്ലേ? ഉറങ്ങുന്നില്ലേ? ഞാൻ ഉറങ്ങിക്കോളാം. അല്ല, ഇത്ര ലേറ്റ് ആയിട്ട് വരാറില്ലല്ലോ. എന്നെ വീട്ടിൽ അതൊരു അത്യാവശ്യമായിട്ട് ഇവിടെ കാണാണ്ടായിരുന്നു. സോ ലേറ്റ് ആയി. ഈ അർജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ പറയുമ്പോ അത് ഗേൾ ആണോ അതോ? ഗേൾ. അല്ല, ഈ പാതിരാത്രി വരെ സംസാരിക്കാൻ മാത്രം ഇതിന് മാത്രം ഏത് ഗേൾ ഫ്രണ്ട് വെക്കണ്ടേ? വെയിറ്റ്, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമുക്ക് ഉറങ്ങാൻ പ്ലാനൊന്നുമില്ലേ? പോയി കിടന്നുറങ്ങാൻ നോക്കും. ഈ ചോദിക്കണം തോന്നരുത്. താൻ തലക്കില്ല അടിയും കിട്ടിയോ? ഇങ്ങനല്ലല്ലോ സംസാരിക്കുന്ന പൊതുവേ. എന്താ ചേച്ചി ഇപ്പോ പുതിയ ഒരു ജസ്റ്റിനെ പോലെ സംസാരിക്കുന്നേ? ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കുഴപ്പം? ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുത്തില്ലല്ലോ. സോ ഇനി മുതൽ ഇങ്ങനെയാ. ഇങ്ങനെന്ന് പറയുമ്പോ ദിയ, എനിക്ക് നല്ലതുപോലെ അറിയാം നിനക്ക് എന്റെ പ്രസൻസ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സോ അതെനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാനായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? അത് നിനക്ക് ഓക്കെ ആയിരിക്കും.
ജസ്വൻ, താനിപ്പോ ഫ്രീ ആണോ? ആ അതെയല്ലോ. എന്താ പറ്റി? എന്തെങ്കിലും അർജന്റ് കാര്യമുണ്ടോ? ജസ്വൻ, എനിക്കതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല. പക്ഷേ ഐ എം റിയലി സോറി. ഞാൻ കാരണം ഇപ്പോൾ എന്താണ് ഇത് ദിയയുടെയും തന്നെ ലൈഫ് ഇങ്ങനെയാകാൻ കാരണം. അതിന് സോറി പറയാനുള്ള ഒരു അർഹതയും എനിക്കില്ല. പക്ഷേ നിനക്ക് ദിയ ഇഷ്ടമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. ഇതെന്റെ റിക്വസ്റ്റാണ്. ആൻഡ് എന്നോട് സോറി കൊണ്ട് ഒരു ആവശ്യമില്ല. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. മേ ബി നിങ്ങൾക്ക് പോകാൻ വേറെ ആരെയാണെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ദിയയുടെ കാര്യം, ദിയ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ലൈക്ക് ഹർ. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ നിനക്ക് പ്രോമിസ് തരാം, ഞാൻ ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല. ആൻഡ് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ജസ്ലിൻ, ഇത്ര നേരത്തെ നീ ഇവിടെ പോവാ? ഫുഡ് കഴിക്കുന്നില്ലേ? വേണ്ടമ്മ, ലേറ്റ് ആയാൽ ശരിയാവില്ല. പോയിട്ട് അത്യാവശ്യമുണ്ട്. അല്ല പ്ലീസ്, ഞാൻ പറഞ്ഞ കാര്യം തനിക്ക് ഓക്കെ ആണോ? ആൻഡ് ഞാൻ പറയുന്നത് കേക്ക്. ഇന്ന് എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് നാളെ കഴിഞ്ഞ് വല്ലതും പോവാം. അലൻ, ഇത് നടക്കൂല. നീ എന്നെ കൊണ്ടവിടെ നീ പറഞ്ഞല്ലേ. മമ്മി, ഇത് നോക്കിക്കേ ഇവൻ എന്താ കാണിക്കുന്നെന്ന്. എന്താ പറ്റേ? ഏയ് ഒന്നുമില്ല മമ്മി, ഇവർക്ക് രാവിലെ ഇവിടെ പോകാനുണ്ട്. എന്തോ അത്യാവശ്യ കാര്യം എന്ന് പറയുന്നത്. അത് കൊണ്ടുവിടുന്ന പോരാ, തിരിച്ചിവിടെ കൊണ്ടുവിടാൻ വേണം. എനിക്ക് അതിനുള്ള സമയമില്ല. എടാ അതിനിപ്പോ എന്താ, നീ ഒന്ന് കൂടെ പോയിട്ട് വാ. മമ്മി, എനിക്ക് കൊണ്ടുവിടാൻ ആഗ്രഹമില്ല. പക്ഷെ ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ലേറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു കാർ ഉണ്ടല്ലോ. ജസ്ലിൻ, നീ എങ്കിലും ഒന്ന് പറ. ഞാൻ പറഞ്ഞവൻ കേക്കില്ല. ആൻഡ് അലന് തിരക്കാന്നല്ലേ പറഞ്ഞേ. സോ തനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യും. എന്തോന്ന്? എടാ ഒരുപാട് ലേറ്റ് ആവും. എടാ അല്ലപ്പോ നീയല്ലേ പറഞ്ഞേ നിനക്ക് അർജന്റായിട്ട് എന്തോ വർക്ക് ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോണെന്ന്. അത് ഒഴിവാക്കാൻ പറ്റില്ലെന്ന്. ആ ശരിയാ. പക്ഷെ ഇപ്പൊ ആനെ കൊണ്ടുവിട്ടെന്ന് പറഞ്ഞൊന്നും പറ്റാൻ പോകുന്നില്ലല്ലോ. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. അല്ല അപ്പൊ ജസ്ലിൻ താൻ ശരിക്കും എന്റെ കൂടെ വരുമോ? പിന്നല്ലാതെ നീ ചുമ്മാ പറഞ്ഞാണോ? താൻ റെഡി ആയിട്ട് വിളിച്ചാൽ മതി, ഞാൻ അപ്പത്തിന് വരാം. ഓക്കെ? അന്നമ്മേ, ഇത് നമ്മുടെ ജസ്വിൻ തന്നെയാണോ? ഇങ്ങനല്ലല്ലോ സംസാരിക്കുന്ന പൊതുവെ. അതയച്ചായ എനിക്ക് മനസ്സിലാവാതെ. പഞ്ചായത്തിയുടെ കാര്യത്തിൽ ജസ്വിൻ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. പക്ഷെ ഇത് ജസ്വിനായിട്ട് പറയണമെങ്കിൽ എന്തായാലും കൊള്ളാം. ഇനി എന്തോന്ന് മനസ്സിലാക്കാൻ ഒന്നും മനസ്സിലാവേണ്ട ആവശ്യമില്ല. എന്തായാലും അവൻ തന്നെ കൊണ്ടുവിടാൻ സ്ഥിതിക്ക് അവൻ തന്നെ കൊണ്ടുവിടട്ടെ.